ലക്ഷ്മിയായിട്ട് നീ ബന്ധം പിരിയുന്നതിനെ പറ്റിയാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാടാ അവളുടെ പേരിനൊപ്പം വാലായിട്ട് നിന്റെ പേരും ചേർത്ത് അവള് നടക്കുന്നത്? എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം. മോനെ, നിന്റെ കാൽപാദം നിനക്കിപ്പോ ചലിപ്പിക്കാൻ പറ്റുന്നു. അതിനപ്പുറം എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? അധികം വൈകാതെ കാലിന് ചലനശേഷി കിട്ടുമെന്നാ തോമസ് വൈദ്യൻ പറയുന്നേ. അങ്ങേരൊരു വാക്ക് പറഞ്ഞ അത് അച്ചട്ടാ കണ്ണ. ചികിത്സ മുടക്കണ്ട. മിക്കവാറും ഉടനെ തന്നെ കാലുകൾ മൊത്തത്തിൽ നിനക്ക് ചലിപ്പിക്കാൻ പറ്റും മോനെ. മോനെ, അങ്ങനെ നീ നടന്നു തുടങ്ങുമ്പോഴേ ഇനി അവൾ ഉണ്ടാവരുത്, ആ ലക്ഷ്മി. അതെ അതെ. അതെന്താണെന്ന് വെച്ചാ നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ചോ. ഡിവോഴ്സിന്റെ കാര്യങ്ങള് ഞാൻ തന്നെ മൂവ് ചെയ്തോളാം. പിന്നെ അതിനിപ്പോ വക്കീലിനെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൾക്കൊപ്പം ഒരു വക്കീലുണ്ട്, നിന്റെ ചങ്കായിരുന്ന നിന്റെ കൂട്ടുകാരൻ. എന്ത് കണ്ടിട്ടാണ് കണ്ണൻ വെറുക്കുന്ന ഒരുത്തിയെ അനന്തും അവന്റെ ഭാര്യയും കൂടി അടക്കി പിടിച്ചിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഞാൻ എല്ലാവർക്കും കലർപ്പില്ലാത്ത സ്നേഹമാണ് കൊടുക്കുന്നത്. അയ്യോ, പക്ഷേ എനിക്കത് പലപ്പോഴും തിരിച്ചു കിട്ടുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കിട്ടുന്നില്ലെങ്കിലേ അതിന് കാരണക്കാരൻ അവൻ തന്നെയാ. വാമേട്ടൻ പറഞ്ഞതുപോലെ ഒരുത്തിയ ഭാര്യയായിട്ട് കിട്ടിയതി പിന്നെ അവൻ എല്ലാവരെയും അങ്ങ് മറന്നു. അതുകൊണ്ടാ അവന്റെ ചങ്കില് ചവിട്ടിക്കൊണ്ട് അവളങ്ങ് പോയത്. എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ഭാര്യ ഒഴിവാക്കിയിട്ട് മുറപ്പെണ്ണിനെ എന്റെ തല കെട്ടിവെക്കാനാ എല്ലാരും കൂടെ നോക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് ഒഴിവാക്കണം. മോളെ, കണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. മിക്കവാറും ഉടനെ അവന് നടക്കാൻ കഴിഞ്ഞേക്കും. ആ ഉറപ്പ് തോമസ് വൈദ്യൻ നമുക്ക് തരണോ അച്ഛാ? ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു അദ്ദേഹത്തെ പോയിന്ന് കാണണമെന്ന്. അപ്പോഴറിയാലോ കണ്ണിട്ട് നടക്കോ ഇല്ലയോന്ന്. എന്നാ സീമന്തിനി, നീ ഒന്ന് ചെല്ല്. ഇപ്പൊ തന്നെ മോൾക്കൊപ്പം. എന്നിട്ട് അവൻ നടക്കോ ഇല്ലയോന്ന് അയാളോടൊന്ന് ചോദിക്കും. അങ്ങേര് ഉറപ്പ് തന്നു കഴിഞ്ഞാ പിന്നെ പേടിക്കണ്ടല്ലോ. കണ്ണ് നടക്കുമെങ്കിലേ ഈ വരുന്ന ചിങ്ങത്തില് നിങ്ങളുടെ കല്യാണം അങ്ങ് നടത്തട്ടെ മോളെ. കണ്ണിട്ട് നടക്കുവാണെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. എന്റെ അടുത്തൊരു പേഷ്യന്റ് ചികിത്സ തേടി വരുമ്പോ അയാൾക്ക് ഞാൻ പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. പേഷ്യന്റിന്റെ മനസ്സിന് ആദ്യം ഒരു ബലം കിട്ടിയെങ്കിൽ മാത്രമേ മരുന്നിന് പോലും ഫലമുണ്ടാവൂ. അതുകൊണ്ടാണ് ഞാൻ കണ്ണനോട് അങ്ങനെ പറഞ്ഞത്. അപ്പോ കണ്ണിട്ടിന് നടക്കാൻ പറ്റില്ലേ സാറേ? അതിന് സാധ്യത വളരെ കുറവാ. ആ, 10% സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് 100 ആക്കിയേനെ. അല്ല, കണ്ണന്റെ പാദങ്ങളൊക്കെ ഇപ്പൊ ചലിക്കുന്നുണ്ടല്ലോ. അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ലോ, അതിൽ നട്ടല് തകർന്നതാ. അതുകൊണ്ട് ഈ ജന്മം അത് പഴയ പോലെ ആവില്ല. അതാകാത്തിടത്തോളം കാലം കണ്ണൻ ഇനി നടക്കാനും കഴിയില്ല. സാറിനറിയാലോ, ഒരുത്തി ഒരു പെണ്ണുങ്ങളും ചെയ്യാത്ത ചതിയാ കണ്ണനോട് ചെയ്തിരിക്കുന്നെ. അതിലെനിക്ക് അവളോട് നിങ്ങളെപ്പോലെയൊക്കെ തന്നെ എനിക്ക് ദേഷ്യമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും ചികിത്സയ്ക്ക് വരുമ്പോ അവരോട് ഞാനത് കാണിക്കാറില്ല. എന്റെ ചികിത്സയിൽ കള്ളത്തരം ചെയ്യാറുമില്ല. അതുകൊണ്ടാണ്
അന്ന് അവൾ ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തത്. ഇനി ഒരിക്കലും കണ്ണേട്ടൻ നടക്കില്ലെന്ന് ഉറപ്പിച്ചു അല്ലേ? അതെന്താ കുട്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? കണ്ണനെ മഹാലക്ഷ്മി വഞ്ചിച്ച ശേഷം കണ്ണനൊരു നല്ല ജീവിതം വേണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. അതിനുള്ള പരിഹാരമാണ് കുട്ടി എന്നും അറിയാം. എന്നാൽ കണ്ണൻ നടക്കുമെന്ന പ്രതീക്ഷയോടെ അയാളെ ആഗ്രഹിക്കരുത്. അതുപോലെ തന്നെ കണ്ണന്റെ ജീവിതത്തിലേക്ക് ചെന്ന ശേഷം ലക്ഷ്മിയെ പോലെ പെരുമാറുകയും ചെയ്യരുത്. പിന്നെ കണ്ണൻ നടക്കത്തില്ല എന്ന് കണ്ണൻ ഇപ്പോഴും അറിയില്ല. അയാളെന്റെ മരുന്നൊക്കെ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. പക്ഷേ കിടത്തി ചികിത്സ ഇപ്പൊ വേണ്ടാന്ന് വച്ചിരിക്കുന്നത്. പ്രയോജനമില്ലാതെ എന്തിനാ ചികിത്സിക്കുന്നത്? എങ്കിലും ഇതൊന്നും കണ്ണനോട് പറയരുത്. അത് അയാൾക്ക് വലിയ ഷോക്കായിരിക്കും. ഞങ്ങൾ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. എന്തായാലും സാറിനെ കാണാൻ വന്നതുകൊണ്ട് സത്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ. അമ്മേ വാ അമ്മേ പോവാ. ആ എടോ കണ്ണാ, അത് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. താൻ പേടിക്കണ്ട കേട്ടോ. അയ്യോ ഇതാരൊക്കെയാ? കേറി വാ കേറി വാ. സീമന്തിനി എന്തായി? എന്താവാനാ, കണ്ണൻ ഇനി നടക്കാൻ പറ്റത്തില്ലെന്നാ ആ തോമസ് വൈദ്യൻ പറയുന്നേ. അങ്ങനെ തറപ്പിച്ചു പറഞ്ഞോ? ആ പറഞ്ഞു. നടക്കാത്ത ഒരാളെ എനിക്കെങ്ങും വേണ്ട. അങ്ങനെ പറയല്ലേ മോളെ. അവൻ നടക്കുമെന്ന് കരുതിയിട്ടില്ലേ മോളെ മോളോട് കല്യാണം കഴിക്കാൻ ഞങ്ങൾ പറഞ്ഞേ? പക്ഷെ അങ്ങേരുടെ കാൽപാദമൊക്കെ അനങ്ങി തുടങ്ങിയപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എല്ലാരും പറയുന്നതും കേട്ട് ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ പോയി നിന്നത്. ഇനി എനിക്കത് പറ്റത്തില്ല. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ ജീവിതമോ വലുത്. അങ്ങേരുടെ വീൽ ചെയറും തള്ളിക്കൊണ്ട് നടക്കാനല്ല ഞാൻ അങ്ങേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. മോളെ മോള് എന്തിനാണ് വീൽ ചെയർ തള്ളുന്നേ? സ്വിച്ച് ഇടുമ്പോൾ ഓടുന്ന വീൽ ചെയർ അല്ല അവന്റെ കയ്യിലിരിക്കുന്നേ. പക്ഷെ സ്വിച്ച് ഇട്ട ജീവിതം ഓടത്തില്ലല്ലോ മുത്തശ്ശി. സ്വത്തിൽ പകുതി ലക്ഷ്മിക്ക് കൊടുത്തെങ്കിലും ഇപ്പോഴും അവന് നല്ല ആസ്തിയുണ്ട് മോളെ. എനിക്ക് അത്ര ആസ്തിയുള്ള ആളെ വേണമെന്നില്ല. അത്യാവശ്യം എന്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയുന്ന ഒരാളാവണം എന്റെ ഭർത്താവ്. എനിക്ക് അത്രേ ഉള്ളൂ. അയാളൊരു കള്ളനാ ആ തോമസ് വൈദ്യൻ. കേട്ടോ സീമന്തിനി, ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോ ലക്ഷ്മിയുടെ കുഞ്ഞു പോയിന്ന് അയാള് സമ്മതിച്ചതാ. എന്നിട്ട് പിന്നെ ലക്ഷ്മി കുഞ്ഞു പോയില്ലെന്ന് പറഞ്ഞപ്പോ അത് ചെന്ന് ചോദിച്ചപ്പോ അത് ശരിവെച്ചു. അതുകൊണ്ട് അയാൾ നടക്കത്തില്ലെന്ന് പറഞ്ഞ നടക്കാനുള്ള സാധ്യത കൂടുതലാ. ഈ വിഷയത്തിൽ അയാൾ എന്തിനാ മുത്തശ്ശി കള്ളം പറയുന്നത്? അങ്ങേര് ചികിത്സിക്കുന്ന ഒരു രോഗി നടക്കുമെങ്കിൽ അതങ്ങ് തുറന്നു പറയുന്നതല്ലേ അങ്ങേർക്ക് നല്ലത്. ആ ആ അങ്ങനെയല്ലേ അയാളുടെ മരുന്നിന് ശക്തി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവൂ. ദേ അയാൾ ഇനി നടക്കത്തില്ല. അതുകൊണ്ട് ഈ കല്യാണവും നടക്കത്തില്ല. അയ്യോ മോളെ പോവല്ലേ സീമന്തിനി. സീമന്തിനി, ആ പ്രതീക്ഷയും പോയോ? പെണ്ണിന് ഇനി പറഞ്ഞിട്ട് തിരുത്താനൊന്നും പറ്റില്ല. എന്നാ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ അങ്ങേരെ വിളിച്ച് പറഞ്ഞേനെ പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ. ഇതാ കിളവൻ നടക്കത്തില്ലാന്ന് വെട്ടി തുറന്നങ്ങ് പറയുകയും ചെയ്തു. ഇനിയിപ്പോ വരുന്ന പോലെ വരട്ടെ. അല്ല അവനെങ്ങനുണ്ട് മേഘന്? അവൻ അതേ അവസ്ഥയിൽ തന്നെ പ്രതാപ. ഇപ്പൊ പ്രതീക്ഷിച്ച കല്യാണം നടക്കാതായതോടെ ഞാനും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാ. മിക്കവാറും അവനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും.
ശ്ശോ. ഡാ, ഒരു കണക്കിനെ ആ പോയവള് കണ്ണനെ കെട്ടാത്തതാ നല്ലത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ശ്ശോ, അവളുടെ അഹങ്കാരം കണ്ടില്ലേടാ? അങ്ങനെ ഒരുത്തി കണ്ണന്റെ ഭാര്യയായിട്ട് കമലേശ്വരത്തേക്ക് വന്നു കഴിഞ്ഞാലേ നമ്മുടെ കുഞ്ഞിനെ അവളെടുത്തങ്ങ് ഉടുക്കും. ഇനി പഴയതുപോലെ അബദ്ധം പറ്റാൻ പാടില്ല പ്രതാപ. ഇനി കണ്ണനെ ഏതെങ്കിലും ഒരുത്തി കല്യാണം കഴിച്ച അവള് നമ്മുടെ മോളുടെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ അവൻ കെട്ടരുത്. കെട്ടാതെ പുര നിറഞ്ഞങ്ങനെ നിക്കട്ടെ, അതിന് നമുക്കെന്താ കുഴപ്പം? മേഘൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് അവനെ ഒന്ന് തോമസ് വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൂടേട്ടാ. കൊണ്ടുപോകണം. പിന്നെ ആ മാർക്കോടെ വലിയ ഇഷ്ടക്കാരനാ ഈ തോമസ് വൈദ്യര്. അയാളുടെ ചികിത്സ കൊണ്ട് മേഘനൊന്ന് ഭേദപ്പെട്ട് വരുമ്പോഴായിരിക്കും ആ മാർക്കോ കയറി വരുന്നത്. അവനെ പേടിച്ചേ പറ്റൂ. പ്രതാപം പറയുന്ന പോലെ അവൻ ചത്താലേ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ദുർഗേ. എല്ലാം ഒന്ന് അവസാനിച്ചു വരികയായിരുന്നു. പക്ഷെ ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എന്ന് വെച്ചാലേ കാൽ ചുവട്ടിലെ മണ്ണായി ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കാലം തൊട്ടേ കണ്ണന് നല്ല ബുദ്ധിയായിരുന്നു. പക്ഷേ ഒരുത്തി അവന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി അവന്റെ തല വെറും ഒരു പേട്ട് തലയായിപ്പോയി. ആ, അവരെത്തിയല്ലോ. എന്തായി മോളെ? എന്താ എടുത്തി? എന്താ പറ്റിയേ? ഓ, എന്താവാനാ. കണ്ണനോട് പുരോഗതി ഉണ്ടാവുമെന്നൊക്കെ തോമസ് വൈദ്യൻ പറയുന്നുണ്ടെങ്കിലും അതിലയാൾക്ക് ഉറപ്പൊന്നുമില്ല. കണ്ണന് നടക്കാൻ പറ്റത്തില്ലെന്നാ തോമസ് വൈദ്യൻ പറയുന്നത്. അങ്ങനെ അയാൾ തറപ്പിച്ചു പറഞ്ഞോ? പറഞ്ഞു. അല്ല മോളെ, അവൻ നടക്കുമെന്ന് നമുക്ക് 100% പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണല്ലോ മോൾ ഇങ്ങോട്ട് വന്നത്. നടക്കാൻ കഴിയാത്ത ഒരാളെ എനിക്ക് വേണ്ട. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മോളെ, അങ്ങനെ എടിപിടിന്ന് ഒരു തീരുമാനം എടുക്കാതെ മോളെ. എടുക്കണം. അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ എന്നോട് ഈ പറയുന്ന പോലുള്ള ഇഷ്ടമൊന്നുമില്ല. അത് പലപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അയാൾ നടക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടാന്നാ ഞാൻ വിചാരിച്ചേ. അതും നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ സ്വത്ത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ഇതിപ്പോ സ്വത്തിന്റെ പാതി ഒരുത്തി കൊണ്ടുപോയില്ലേ? അതിന്റെ കൂടെ അയാൾ നടക്കത്തുമില്ല. പിന്നെ അങ്ങനെ ഒരുത്തനെ ഇനി ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്തിനാ എന്റെ ജീവിതം ഹോമിക്കുന്നത്? അമ്മ നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. മോളെ, മോളെ, ദേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല അപ്പച്ചി. എന്റെ തീരുമാനം ഞാൻ കരുണേട്ടത്തിയുടെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ എനിക്ക് ഉന്തി തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ, ഇതാണ് അവളുടെ മനസ്സിലെങ്കിൽ അതൊന്ന് നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി കൂടായിരുന്നോ ഏട്ടത്തി? അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ നേരത്ത് ഇങ്ങനൊരു നിലപാട് അവക്ക് ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ അത് മാറി മറിഞ്ഞത്. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അയ്യോ, അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തി തന്നെ ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോ നമുക്കെല്ലാം മനസ്സിലായല്ലോ.
താഴെ നടക്കുന്നൊന്നും അറിയാതെ ഇവിടെ നിന്നോ. ഒരുത്തി അവളുടെ പാട്ടിന് പോയി. അവൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. തോമസ് വൈദ്യര് പറയുന്നത് അയാൾ എഴുന്നേറ്റ് നടക്കില്ലെന്നാ. അതെ, കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ ഉണ്ണിയേട്ടന് വിലക്കുള്ളത്, ഫൈനാൻസേഴ്സിലില്ലല്ലോ. അപ്പൊ പിന്നെ കണ്ണേട്ടനോടൊപ്പം ഫൈനാൻസേഴ്സിലേക്ക് ഉണ്ണിയേട്ടന് പോയിക്കൂടെ? ഇനി എന്തിനും ഏതിനും കണ്ണേട്ടനോടൊപ്പം ഉണ്ണിയേട്ടനും ഉണ്ടാവണം. ഉണ്ണിയേട്ടൻ കണ്ണേട്ടന്റെ സാരഥി ആയിക്കോ. സാരഥിയോ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കുറച്ചിലാവുമല്ലോ എന്ന് കരുതിയിട്ടാ സാരഥി എന്ന് പറഞ്ഞത്. ഇപ്പൊ ആ സുമേഷ് എന്ന് പറയുന്ന ഡ്രൈവർ ആണല്ലോ കണ്ണേട്ടനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ആ സ്ഥാനം ഉണ്ണിയേട്ടൻ ഏറ്റെടുത്താൽ എന്താ? അതുപോലെ തന്നെ ഫൈനാൻസേഴ്സില് ഒരു ക്യാബിൻ ഉണ്ണിയേട്ടനോടി തരാൻ പറയണം. ഇല്ലെങ്കില് ഞാൻ അമ്മയെ കൊണ്ട് പറയിക്കാം. ഇനി എന്തായാലും കണ്ണേട്ടന്റെ വലം കൈ ഉണ്ണിയേട്ടനായിരിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ മഹാലക്ഷ്മിയോടുള്ള പിണക്കൊക്കെ കണ്ണേട്ടൻ അവസാനിപ്പിച്ചെന്ന് വരാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അനിയൻ ചേട്ടനോടൊപ്പം ഉണ്ടാവുന്നത് തന്നെയാ നല്ലത്. ഫൈനാൻസേഴ്സിന്റെ പകുതി പാർട്ണർഷിപ്പും അവൾക്ക് അവകാശപ്പെട്ടതാ. എങ്കിലും അത് നോക്കി നടത്തുന്നത് ഇപ്പൊ കണ്ണേട്ടനല്ലേ. അവിടെ ഉണ്ണിയേട്ടൻ ചെല്ലണ്ടാന്ന് അവക്ക് പറയാൻ പറ്റുമോ? മുൻപൊരു ദിവസം നമ്മൾ അവിടെ ചെന്നപ്പോ അവൾ ഇരച്ചു കയറി വന്നായിരുന്നു. അതുപോലെ ഇനിയും വരും. ആ നേരത്തൊക്കെ അവര് രണ്ടാളും തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപകടമാണ് ഉണ്ണിയേട്ടാ. അതിന് തടയിടാൻ ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ കഴിയും. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലി പോയത് ഒരു നഷ്ടമായിട്ടൊന്നും എടുക്കണ്ട. ഞാനും അമ്മാവനും നോക്കിക്കൊണ്ടിരുന്ന കമ്പനിയാ ഇന്നിപ്പോ അവളും കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് ഒന്നും അറിയാത്ത മഞ്ജും കൂടെ നയിച്ചോണ്ട് പോകുന്നത്. ഒരു ദിവസം ഫൈനാൻസേഴ്സിലേക്ക് വരുമ്പോ അവളെ അവിടെ വെച്ച് വകവരുത്തണം ഉണ്ണിയേട്ടാ. കഴിവതും കണ്ണേട്ടനെ കൊണ്ടത് ചെയ്യിക്കണം. അപ്പോ ലക്ഷ്മി തീരുകയും ചെയ്യും. അവൾക്ക് സകലതും തീരെഴുതി കൊടുത്ത കമലേശ്വരത്ത വല്യേട്ടൻ ജയിലിൽ കിടക്കുകയും ചെയ്യും. അയാള് അത്ര വലിയ പുണ്യാളനൊന്നും ആവണ്ട. അവളെ പോലെ ഒരുത്തിയെ ഭാര്യയായിട്ട് കിട്ടിയപ്പോ എല്ലാവരെയും അയാള് തള്ളിക്കളഞ്ഞില്ലേ. അതോടെ കൂടപ്പിറപ്പുകളും ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ അധികപ്പെട്ടായിട്ട് തോന്നിയില്ലേ. അതിന് ഭർത്താവിനൊപ്പം തന്നെ ഭാര്യയും തീർക്കുക വേണ്ടത്. നമ്മളിൽ ആരാ ജോലി ഏറ്റെടുത്താലും നമുക്ക് പിന്നാലെ ആ മാർക്കോ വരും. എന്റെ അച്ഛന്റെ വിധി നമുക്കും ഉണ്ടാവും. ചിലപ്പോ അവൻ നമ്മളെ കൊന്നെന്ന് വരും. ഇവിടെ കണ്ണേട്ടൻ പ്രതിയായിട്ട് വന്നാൽ അതൊന്നും പേടിക്കണ്ട. ഒന്നെങ്കിൽ കണ്ണേട്ടൻ ജയിലിൽ പോവും, അല്ലെങ്കിൽ ആ മാർക്കോ അങ്ങേരെ കൊല്ലും. അതിലെന്ത് സംഭവിച്ചാലും നമുക്ക് ലാഭ. ഉണ്ണിയേട്ടൻ ഇത്ര മാത്രം ചെയ്താൽ മതി. കണ്ണേട്ടനുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ കണ്ണേട്ടന്റെ രക്തം തിളപ്പിച്ചു കൊടുക്കണം. അവളെ വെട്ടി നുറുക്കി കൊല്ലാനുള്ള ദേഷ്യം കണ്ണേട്ടൻ ഉണ്ടാവണം.